ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുവചനം പഠിക്കുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം കർത്താവ് തമ്പുരാൻ നമ്മളെ സഹായിക്കുന്നത് ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഏവരെയും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2 തെസ്സലോനിക്കർ 1 അധ്യായത്തിൽ കൂടെയാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം അവിടുന്ന് സാവകാശം തന്നത്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ചിരുന്നത് 4 വാക്യത്തിലാണ് നാം പ്രധാനമായിട്ടുള്ള ചിന്ത നമുക്ക് വന്നത്. ക്യാരക്ടർ ഓർ ക്വാളിറ്റി ഓഫ് ഗോഡ്സ് ചർച്ച് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത്. അതിനകത്ത് ദൈവസഭയുടെ സ്ഥിരത, വിശ്വാസം, സഹിഷ്ണുത, ഈ 3 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ദൈവം നമുക്ക് അവസരം തന്നു. ഇനി താഴേക്കുള്ള വാക്യങ്ങൾ 5 വാക്യം മുതൽ ഞാൻ താഴേക്കൊന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ച് ഇരിക്കുക. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളം ആകുന്നു. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യന്മാരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താൽപ്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരയണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ 1 by 1 ആയിട്ടുള്ളതായ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് 5 വാക്യത്തിലേക്ക് നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളം ആകുന്നു. ഒന്നാമതായിട്ട് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കരോട് പറയുകയാണ്. 4 വാക്യത്തിൽ നമ്മൾ കണ്ടു ദൈവസഭയുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. 4 വാക്യം കൂടെ ഒന്നുകൂടെ ഞാനൊന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അത്രയും പറഞ്ഞതിന് ശേഷമാണ് അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഏത് ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളമായി മാറിയിരിക്കുന്ന 3 കൂട്ടം കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പഠിക്കുവാനായിട്ട് കഴിഞ്ഞ. സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, ദൈവസഭയുടെ സ്ഥിരത, ദൈവസഭയുടെ വിശ്വാസം, ദൈവസഭയുടെ സഹിഷ്ണുത. സോ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, ഫെയ്ത്ത് ആൻഡ് എൻഡുറൻസ്. ഈ 3 കൂട്ടം കാര്യങ്ങൾ എന്തിൻ്റെ ലക്ഷണങ്ങളാകുന്നു എന്നാണ് പൗലോസോട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളം ആകുന്നു. അപ്പം ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്? ഈ ലോകത്തിൽ നാം എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടതയിൽ കൂടെ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ളതായ നിലയിൽ നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവമക്കൾക്ക് കഷ്ടതയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുയേശുവിങ്കൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും കഷ്ടതയുണ്ട്. അപ്പോൾ ലോകമെന്ന് പറയുന്നത് പോരാട്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ്. ആത്മീക പോരാട്ടവും ഭൗതിക പോരാട്ടവും നിറഞ്ഞിരിക്കുന്നതാണ് ലോകം എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ഓർത്തുകൊള്ളണം.
അപ്പോൾ നാം എന്തിനാണ് ഇത് സഹിക്കുന്നത്? കർത്താവ് തന്നെ പറയുന്നുണ്ട്, പൗലോസും കർത്താവും ഒക്കെ പറയുന്നത്, സഹിച്ചാൽ സഹിക്കുന്നവൻ കൂടെ വാഴും എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളും. അപ്പോൾ നാം എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മീയ ജീവിതത്തിലെ കഷ്ടതകൾ നമുക്ക് വേണമെങ്കിൽ ലൗകികന്മാരെ പോലെ ജീവിക്കാം. ലൗകികതയിൽ നമുക്ക് ജീവിക്കാം, ഒഴുകി ജീവിക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്നാൽ നാം എന്തുകൊണ്ടാണ് ലൗകികതയോട് മാക്സിമം വിട പറയുവാനായിട്ടും ആത്മീയതയിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ നോക്കി പാർക്കുന്നൊരു കാര്യമുണ്ട്, ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കണം. അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട്, ദൈവരാജ്യം നമ്മുടെ അവകാശമായി തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പലതും നമ്മൾ എന്ത് ചെയ്യുകയാണ്? പലതിനോടും നോ പറഞ്ഞുകൊണ്ട്, അകന്ന് നിന്നുകൊണ്ട് നാം ദൈവരാജ്യത്തിന് വേണ്ടി. അപ്പോൾ നാം ലോകത്തോട് നോ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സഫറിംഗ് ഉണ്ട്, അവിടെ ഒരു കഷ്ടതയുണ്ട്. പലതും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹത്തിന് പ്രകാരം നമ്മൾ അതിനോട് പ്രതികരിക്കാതെ നമ്മൾ അതിൽ നിന്ന് വിട്ടകന്ന് വേർപെട്ട് നിൽക്കുകയാണ്. കർത്താവ് പറയുന്നത് എന്താണ്? ലോകത്തോട് വേർപെട്ട് ജീവിപ്പാനായിട്ട് ഇടയാകണം. ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തത്, ദൈവത്തിൻ്റെ ജനമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വേർപെട്ട സമൂഹമായിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവമക്കൾ ഒരു വേർപെട്ട സമൂഹം, മിസ്രൈമ്യരെ പോലെ ഇസ്രായേൽ മക്കൾക്ക് ജീവിക്കാം എന്ന് പറഞ്ഞാൽ ലോകക്കാരെ പോലെ ദൈവമക്കൾക്ക് ജീവിക്കാം. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് എന്താണ്? മിസ്രൈമ്യരെ പോലെ ഇസ്രായേൽ മക്കൾ ജീവിക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് അവരോട് പറയുന്നത് വിട്ടു പോരുക എന്ന് പറയുന്നത്. അവരെ ഒരു സെപ്പറേറ്റ് ജാതിയായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മെ ഒരു സെപ്പറേറ്റ് ജാതിയായിട്ട് ദൈവമക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ പലതിനോടും എന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ? നാം പോരാടി നിന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൽ ദൈവമക്കളുടെ ആത്മീക ജീവിതത്തെ തകർക്കുവാൻ വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, സഹിച്ചു നിൽക്കുന്നവൻ മാത്രമേ ദൈവത്തോടൊപ്പം വാഴുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നാം പോരാടി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവരാജ്യം അവകാശമാക്കുവാൻ വേണ്ടി. ഇൻ ഓർഡർ ടു ഇൻഹെറിറ്റ് the kingdom of God, or in order to enter into the kingdom of God, we have to suffer in this world. അപ്പം നമ്മൾ ഈ ലോകത്തിൽ സഹിച്ചു നിന്നാലേ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവരാജ്യം അവകാശമാക്കുവാൻ വേണ്ടി നമ്മളെ യോഗ്യന്മാരാക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തോടുള്ളതായ സ്ഥിരത, വിശ്വസ്തത, ഈ ലോകത്തിൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ വേണ്ടി നാം സഹിക്കുന്നതായിട്ടുള്ള നമ്മുടെ സഹനം, സഹിഷ്ണുത, ഇത് മൂന്നുമാണ് എന്താക്കി തീർക്കുന്നത്? ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് നമുക്കുള്ളതായ ക്വാളിറ്റി ആയിട്ട്, 1, 2, 3 ക്വാളിറ്റി ആയിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ സ്ഥിരത, നമ്മുടെ വിശ്വാസം, 3 നമ്മുടെ സഹിഷ്ണുത. ഈ 3 കൂട്ടം കാര്യങ്ങൾ ഒരു ദൈവ പൈതലിനെ ദൈവരാജ്യത്തിൻ്റെ വക്താവാക്കി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതായ യോഗ്യതയുടെ മാനദണ്ഡമായിട്ട് അതിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളും. അതുകൊണ്ടാണ് പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ, അത് എന്ന് പറയുമ്പോൾ ആ 3 കൂട്ടം ക്വാളിറ്റി, നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. അപ്പോൾ ഒത്തിരി കൂട്ടം കാര്യങ്ങളാണ് ഒറ്റ ബൈബിൾ വേഴ്സസിനകത്ത് പൗലോസ് പരാമർശിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടുന്ന ക്വാളിറ്റി 1, 2, 3. നമ്മൾ എന്തിനാണ് ഈ 3 കാര്യങ്ങളും ഈ ലോകത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്? അത് ദൈവരാജ്യം അവകാശമാക്കുവാൻ വേണ്ടി. പിന്നെ നാം ദൈവരാജ്യം അവകാശമാക്കും എന്നുള്ളതിന്, അല്ലെങ്കിൽ നാം ദൈവരാജ്യത്തിന് യോഗ്യന്മാരായി തീരണമെന്നുണ്ടെങ്കിൽ ഈ 3 കൂട്ടം കാര്യങ്ങൾ നമുക്ക് വേണം. ഇനി നാം ദൈവരാജ്യത്തിന് അവകാശികളായി മാറും എന്നുള്ളതിൻ്റെ സൈനാണ്, അടയാളമാണ് എന്ത്? ഈ 3 കൂട്ടം കാര്യങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് എത്രയോ കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ, എത്ര കാര്യങ്ങൾ നമുക്കവിടെ ചിന്തിക്കുവാൻ, കാണുവാനായിട്ട് കഴിയും എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ഈ 3 കൂട്ടം കാര്യങ്ങൾ ഉള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടും അതിൻ്റെ അടയാളം, ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ആ വാക്യത്തിൻ്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ 3 കൂട്ടം കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുവാൻ നമ്മളെ
സഹായിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി എന്തിനു കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. അതിന് നമ്മളെ യോഗ്യരാക്കുന്നത് ഈ 3 കൂട്ടം കാര്യങ്ങളാണ്. മാത്രവുമല്ല, ആ 3 കൂട്ടം കാര്യങ്ങൾ നാം അത് നേടുമെന്നുള്ളതിൻ്റെ ദൈവത്തിൻ്റെ അടയാളവുമാകുന്നു എന്ന് കാണാനായിട്ട് കഴിയുന്നു. പിന്നീട് നമ്മൾ 6-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടേക്ക് പോകുന്നതായിട്ടുള്ള സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. 6-ാമത്തെ വാക്യം, കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അവിടെ നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്താണ്? കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചിട്ടാണ് തുടർന്നുള്ളതായ 6 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് നമ്മൾ പരിശോധിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ വരുന്നതായിട്ടുള്ള സമയത്തും ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ പ്രത്യക്ഷത, ആ ഭാഗം അധികം വിശദീകരിക്കുന്നില്ല, താഴേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് കൂടുതൽ വിശദീകരിക്കാം. അവിടെ പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷത എങ്ങനെയുള്ളതായിരിക്കും എന്ന് പറയുന്നത്, ശക്തിയുള്ളതായ വിത്ത് മൈറ്റി ഏഞ്ചൽസ്, ശക്തിയുള്ള ദൂതന്മാരുമായിട്ടാണ് കർത്താവ് തമ്പുരാൻ ഭൂമിയിലേക്ക് വരുവാനായിട്ട് പോകുന്നത്. മാത്രവുമല്ല, അഗ്നിജ്വാലയിലാണ് അവൻ പ്രത്യക്ഷനായിട്ട് വരുവാനായിട്ട് പോവുകയും ചെയ്യുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ തെസ്സലോനിക്ക സഭയോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. താഴേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് ഇപ്പം നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കും. അന്നേരം അതിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 7-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഇനി അടുത്ത റൈച്ചസ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അടുത്ത നീതിയുള്ളതായ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്തിനാണ് കർത്താവിൻ്റെ വരവ്? കർത്താവിൻ്റെ വരവ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതായത് കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പൗലോസ് അവിടെ വിവരിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. എന്താ പറയുന്നത്? ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. ഓർത്തുകൊള്ളാം, നമ്മൾ രഹസ്യവരവിങ്കൽ അഥവാ സഭയുടെ ഉൾപ്രാപണം നടക്കുന്നതായിട്ടുള്ള വേളയിൽ സംഭവിക്കുന്നത് എന്താണ്? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം, ഒക്കെ റിവാർഡ് എന്നുള്ള വേർഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. പ്രതിഫലം കൊടുക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം, വെഞ്ചിയൻസ്, പ്രതികാരം കൊടുക്കുമ്പോൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത എന്തിനാകുന്നു എന്ന് ചോദിച്ചാൽ അത് പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദ ഡേ ഓഫ് വെഞ്ചിയൻസ് എന്ന് വേണം നമ്മളതിനെ കാണേണ്ടത്. കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ള, ആർക്കൊക്കെയാണ് പ്രതികാരം ലഭിക്കാനായിട്ട് പോകുന്നത് എന്നും അക്കമിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവത്തെ അറിയാത്തവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2, സുവിശേഷം അനുസരിക്കാത്തവർക്ക്. 3, പീഡിപ്പിക്കുന്നവർക്ക്. പിന്നെ 4, പീഡ അനുഭവിക്കുന്നവർക്ക്. അതിനകത്ത് പീഡ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ പ്രതികാരമില്ലാത്തത്. അവർക്ക് ആശ്വാസം, അതായത് പീഡനകാല വിശുദ്ധന്മാരെക്കുറിച്ചാണ് അവിടെ മനസ്സിലാക്കേണ്ടുന്നത് എന്നോർത്തുകൊള്ളാം. അപ്പോൾ കർത്താവിൻ്റെ വരവ് ഒരു വിഭാഗത്തിന് പ്രതികാരമാണ്, മറ്റൊരു വിഭാഗത്തിന് ആശ്വാസവും സമാധാനവുമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവത്തെ അറിയാത്തവർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ അറിയാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് ഈ ഒരു പോർഷൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളണം. മഹോപദ്രവ കാലം കഴിഞ്ഞ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡിൻ്റെ എൻഡിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഈ ട്രിബുലേഷൻ പീരീഡിൻ്റെ ഒക്കെ എൻഡിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്തേക്ക് ലോകം മുഴുവനും സുവിശേഷം കേൾക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പോഴും പൗലോസ് പറയുകയാണ്, ആ ഗ്ലോറിയസ് അപ്പിയറൻസ് നടക്കുന്ന സമയത്തും ദൈവത്തെ അറിയാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാതെ ജീവിക്കുന്ന അനുഭവം എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇന്ന് ലോകം മുഴുവനും
നെറ്റൊക്കെ ഉള്ളതുകൊണ്ട്, ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് ലോകം മുഴുവനും സുവിശേഷം കടന്നു ചെല്ലുന്നുണ്ട്. ഒരിടത്തും കടന്നു ചെല്ലാത്ത ഇടങ്ങളില്ല എന്നുള്ളത് ഓർത്തുകൊള്ളും. വളരെ എന്താ പറയുന്നത്, ഇതൊന്നും ലഭിക്കാത്തതായിട്ടുള്ള മേഖലകളിലായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്തതായിട്ടുള്ള ട്രൈബൽ മേഖലകളിലൊക്കെ ഒരു പക്ഷേ എത്തിച്ചേരുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രവർത്തനങ്ങൾ, മിഷൻ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് ട്രൈബൽ മേഖലകളിലൊക്കെയാണ് എന്നുള്ളത് കൂടെ. കാരണം അവിടങ്ങളിലൊന്നും ഇൻ്റർനെറ്റ് കയറി ചെല്ലാത്തതുകൊണ്ട് ഫിസിക്കലായിട്ട് തന്നെ ആളുകൾ കയറി ചെന്ന അവിടങ്ങളിൽ സുവിശേഷം പറയുന്നുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ദൈവത്തെ അറിയാത്തവർ, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയാതെ ജീവിക്കുന്നതായിട്ടുള്ള കാറ്റഗറി അന്നും ഉണ്ടാവും എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതായത് വെളിപ്പാട് പുസ്തകത്തിലെ അവസാന അധ്യായങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് ഒരു രംഗം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതായത് 14-15 നമ്മൾ 16-ാമത്തെ അധ്യായമൊക്കെ കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ 6-7 ക്രോധകലശം ഒഴിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് അവിടെ നിന്ന് ഓർത്തുകൊള്ളാം. അതിനകത്ത് 1-2 വാക്യങ്ങൾ ഞാൻ വേഗം നിങ്ങളെ കാണിക്കാം. 8-ാമത്തെ വാക്യം മുതൽ നമ്മളൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം റെവലേഷൻ 16 8-ാമത്തെ വാക്യം മുതൽ. 4-ാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ഇനി 11-ാമത്തെ വാക്യം, അവർ കഷ്ടത 10-ാമത്തെ വാക്യം മുതൽ വായിക്കാം. 5-ാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ അവിടങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്നതാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രതികൂലങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചതായിട്ടുള്ള തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, ദൈവത്തെ അറിയാത്തവർ. ആ ദൈവത്തെ അറിയാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡിൻ്റെ എൻഡിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്താണ് എന്നോർത്തോളം. ഇത്രയും വലിയ മഹോപദ്രവം ഭൂമിയിൽ ഇറങ്ങുമ്പോഴും ആളുകളുടെ മനോഭാവം കാണുന്നുണ്ടോ? ആളുകളുടെ മനോഭാവം എന്തുവാ? ദൈവത്തെ ദുഷിക്കുകയാണെന്നേരോ. ദൈവത്തെ ദുഷിച്ചിട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവം ഇല്ലാതെ ജീവിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ വേർഡ്സ് തമ്മിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രതികാരം ആർക്കാണ്? ദൈവത്തെ അറിയാത്തവർക്ക്. ദൈവമാണെന്ന് അറിഞ്ഞിരിക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കാതെ അപ്പോഴും ദൈവത്തെ ദുഷിക്കുന്ന ഒരു ജനം ദൈവത്തെ കൃത്യമായിട്ട് അറിയാം. കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ ആ സമയത്തും ദൈവത്തെ ദുഷിക്കുന്നു. അപ്പോൾ ദൈവത്തെ ദുഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്തവന് ദൈവത്തെ ദുഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ദൈവത്തെ അറിഞ്ഞവരാണെന്ന് ഓർക്കണം. പക്ഷേ ദൈവത്തെ അറിഞ്ഞിട്ടും മാനസാന്തരമില്ല, രൂപാന്തരമില്ല. അങ്ങനെ ഒരു കൂട്ടം അന്നുണ്ടാവും എന്നോർത്തുകൊള്ളാം. പിന്നീട് പറഞ്ഞിരിക്കുന്ന അടുത്ത കാറ്റഗറിയെ പറ്റി പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തോണം. എന്താ പറഞ്ഞിരിക്കുന്നത്? സുവിശേഷം അനുസരിക്കാത്തവർ. ദാറ്റ് മീൻസ് സുവിശേഷം കേൾക്കാത്തവർ എന്നല്ല. സുവിശേഷം കേൾക്കാത്തവർ എന്നല്ല, കേട്ടിട്ടും അനുസരിക്കാത്തവർ എന്നുള്ളതാണ് ആ കാറ്റഗറി എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളാം. അപ്പോൾ ആദ്യമേ ദൈവത്തെ അനുസരിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് കേട്ടവരാണ്, പക്ഷേ ദൈവകൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് ഇടയാവുന്നില്ല. 2, സുവിശേഷം അനുസരിക്കാത്തവർ. സുവിശേഷം കേൾക്കാത്തവർക്ക് സുവിശേഷം അനുസരിക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സുവിശേഷം അനുസരിക്കാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടു, പഠിച്ചു, അറിഞ്ഞു. സുവിശേഷം കേട്ടിട്ടും അനുസരിക്കാത്തവർ. ഇന്ന് സുവിശേഷം കേട്ടിട്ടും അനുസരിക്കാത്തവർ എന്ന് പറയുമ്പോൾ ആരാ? നമ്മൾ ചിന്തിച്ചോണം. സുവിശേഷം കേട്ടിട്ടും അനുസരിക്കാത്തവർ നമ്മളൊക്കെയാണ് അല്ലേ? ക്രിസ്ത്യാനി തന്നെയാണ് സുവിശേഷം കേട്ടിട്ടും അനുസരിക്കാത്തവരെന്ന് പറയുന്ന കാറ്റഗറി. അതുകൊണ്ടാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, ഈ ഒരു പീരീഡിലേക്ക് നമ്മളിവിടെ കാണാനായിട്ട് പാടില്ല. ഈ പീരീഡിൽ നമ്മളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 58ൻ്റെ പണി നമുക്ക് കിട്ടുമെന്ന് ഓർത്തോണം. അത് വളരെ സൂക്ഷിച്ചോണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുവിശേഷം അനുസരിക്കാത്തവർ. അപ്പോൾ ഇന്നും ലോകത്തിൽ അതുണ്ട്. സുവിശേഷം നമ്മൾ ഇഷ്ടംപോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെങ്കിൽ പ്രയോജനമൊന്നുമില്ലാത്തതായിട്ടുള്ള അനുഭവം. അപ്പോൾ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ 2ാമത്തെ വരവ് മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത്? ദൈവമെന്നറിഞ്ഞിട്ടും ദൈവത്തെ മാനിക്കാതെ
ബഹുമാനിക്കാതെ ദൈവത്തെ അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുവാൻ വേണ്ടി. 2, സുവിശേഷം കേട്ടിട്ടും സുവിശേഷം ശ്രദ്ധിക്കാതെ അതിന് വിധേയപ്പെട്ട് വിനയപ്പെട്ട് ജീവിക്കാതെ സുവിശേഷത്തോട് മറുതലിച്ചു നിൽക്കുന്നതായിട്ടുള്ള റിബല്യസ് ആറ്റിറ്റ്യൂഡ്. ആ റിബല്യസ് ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം. ഇസ്രായേൽ ജനത്തെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവത്തിൻ്റെ കൽപ്പനകളെ നിഷ്കരണം തള്ളിക്കളഞ്ഞതായിട്ടുള്ള ഒരു കൂട്ടം ജനമാണ് ഇസ്രായേൽ ജനം എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇപ്പോൾ ശിക്ഷ കിട്ടാനും പോകുന്നത് മജോറിറ്റിക്കും കിട്ടാൻ പോകുന്നത് ഇവർക്ക് തന്നെയാണെന്ന് ഓർത്തുകൊള്ളാം. കാരണം ഈ കാലഘട്ടം വരുമ്പോഴേക്കും 70-ാമത്തെ ആഴ്ചവട്ടം വരുമ്പോഴേക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഈ ജനത്തിൻ്റെ ഹിസ്റ്ററി റീസ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി ഇന്ന് നിലച്ചു നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി റീസ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് പോവുകയാണ്. അതോടുകൂടെ എന്താണ്, ദൈവവചനപ്രകാരം ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു കൊള്ളണം. പറഞ്ഞിരിക്കുന്നത് എന്തറിയാം, നിങ്ങൾ കിട്ടമായി തീർന്നു എന്നാണ് പറയുന്നത്. ഇസ്രായേലിനെ കുറിച്ച് പറയാം, നിങ്ങൾ കിട്ടമായി തീർന്നു. കിട്ടമെന്ന് പറഞ്ഞാൽ മാലിന്യം ചേർന്നതായിട്ടുള്ള അനുഭവം. കിട്ടമായി തീർന്നു, നിങ്ങളെ ഞാൻ ഭൂമിയുടെ അറുതുകളിൽ നിന്ന് ഭൂമിയുടെ മധ്യത്തിൽ കൂട്ടിച്ചേർക്കും, അവിടെ വെച്ച് നിങ്ങളെ ഞാൻ ഉരുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇന്ന് ഭൂമിയിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ അങ്ങും ഇങ്ങുമുള്ളതായ നാനാ രാജ്യങ്ങളിൽ ചിതറപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള യഹൂദനെ മുഴുവനും മടക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എവിടേക്കാണ് മടക്കിക്കൊണ്ട് വരുന്നത്? ഭൂമിയുടെ മധ്യത്തിലേക്കാണ് മടക്കിക്കൊണ്ടുവരുന്നത്. നമ്മൾ ഒരു ബോൾ എടുത്തിട്ട് ഭൂമി എന്തായാലും ഗോളമാണെന്നാണല്ലോ പറഞ്ഞത്, ബോൾ പോലാണല്ലോ ഇരിക്കും. ഒരു ബോൾ എടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു നൂല് കെട്ടി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ബോൾ ഇങ്ങനെ നിൽക്കുമല്ലോ, ഒരു സെൻറ്റർ പൊസിഷൻ വരും അല്ലേ? അതാണ് ആ ബോളിൻ്റെ സെൻറ്റർ പാർട്ട്. നമ്മൾ ലോകത്തിൻ്റെ ഭൂപടം മാപ്പെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പൊസിഷനാണ് ഇസ്രായേൽ എന്നുള്ളതായ പൊട്ടുപോലെയുള്ളതായ ആ ലോകരാജ്യം എന്നുള്ളത് ഓർത്തുകൊള്ളണം. സെൻറ്റർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂലിൽ നമ്മളൊരു ബോള് കോർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ നൂല് എവിടെ കണക്ട് ചെയ്ത് നിൽക്കുന്നോ അതാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതിന് കൊടുക്കുന്ന ചില ചില കാര്യങ്ങളോ ചില ചിന്തകളുണ്ട്. അത് എൻ്റേതായിട്ടുള്ള ചിന്തകളാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. ഞാൻ ചിന്തിക്കുന്നത്, അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ നേരെ കീഴിലുള്ള രാജ്യമാണ് എന്ന് വിശ്വസിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഏറ്റവും കൂടുതൽ സ്വർഗം തുറന്ന ഒരു സ്ഥലം ഇസ്രായേലിലാണ്. പഴയ നിയമകാലത്തായാലും പുതിയ നിയമകാലത്തായാലും സ്വർഗം തുറന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ ഇസ്രായേലിന് മുകളിലാണ്. യാക്കോബ് ഓടിപ്പോകുന്നാട്ടുള്ള സമയത്ത് സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചു. യേശുക്രിസ്തുവിൻ്റെ കാലത്തേക്ക് അബ്രഹാമിനോട് എത്രയോ പ്രാവശ്യം സ്വർഗം തുറന്നിറങ്ങി വരുന്നതായിട്ടുള്ള അനുഭവം. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമകാലത്തിലേക്ക് വരികയാണെങ്കിൽ സ്നാനമേൽക്കുവാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് സ്വർഗം തുറന്ന് പ്രാവ് ഇറങ്ങി വരുന്നു. പിന്നെ രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് സ്തേഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നതായിട്ടുള്ള സമയത്ത് സ്വർഗം തുറന്നിരിക്കുന്നത് കാണാനായിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായിട്ട് കയറിപ്പോയത് അനുഭവത്തെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ജനനത്തിങ്കൽ സ്വർഗം തുറന്ന് മാലാഖമാരുടെ ഗാനം കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ സ്വർഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇടപെടൽ, സ്വർഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ സംസാരം, സ്വർഗം ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു മേഖല, അവിടെ നിന്നാണല്ലോ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നത്. പോയിട്ട് കർത്താവ് പറഞ്ഞെന്താ, അവിടേക്ക് തന്നെ ഞാൻ വരുമെന്നും. എവിടെ നിന്ന് പോയോ അവിടേക്ക് തന്നെ, ഒലിവുമലയിൽ നിന്ന് പോയി അതേ ഒലിവുമലയിലേക്ക് തന്നെ കർത്താവ് വീണ്ടും വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ സ്വർഗത്തിൻ്റെ തൊട്ട് കീഴിലുള്ളതായ സ്ഥലമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ബോൾ ഇങ്ങനെ നമ്മൾ നൂലിൽ തൂക്കിയിടുമ്പോൾ അത് എങ്ങനെ നിൽക്കുന്നു അതുപോലെ ആവും സ്വർഗം. ഞാനീ പറഞ്ഞത് മണ്ടത്തരങ്ങൾ വല്ലതും ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ചിന്തയിൽ എനിക്ക് തോന്നിച്ചായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ നിൽക്കുന്നതായിട്ടുള്ളതായ ആ അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം സ്വർഗമെന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഇസ്രായേലിനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഈ മധ്യത്തിൽ, ലോകരാജ്യങ്ങളുടെ മധ്യം, അതായത് ഇസ്രായേലിൽ അവിടെ ഇട്ട് അതിനെ ഉരുക്കുമെന്നാണ് പറയുന്നത്. എന്തിനാണ് ഉരുക്കുന്നത്? നിങ്ങൾ കിട്ടമായി പോയി, നിങ്ങൾ മാലിന്യമുള്ളവരായി മാറി.
അങ്ങനെയുള്ള നിങ്ങളെ ഇനി ഉരുക്കിയെടുക്കണം. ആ ഉരുക്കൽ പ്രക്രിയയാണ് എപ്പോൾ നടക്കുന്നതെന്നറിയാമോ? മഹാപീഡന കാലത്ത് നടക്കാനായിട്ട് പോകുന്നത്. ആ ശുദ്ധീകരണ പ്രക്രിയ ഇസ്രായേലിന് നടക്കുവാനായിട്ട് പോവുകയാണ് എന്നുള്ളത് നാം ഇവിടെ വിസ്മരിക്കുവാനായിട്ട് പാടില്ല. അപ്പോൾ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. ദെൻ പിന്നീട് പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ, അല്ലേ? നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നവർക്ക് പെർസിക്യൂഷൻ. പീഡിപ്പിക്കുന്ന നാട്ടിലുള്ള ആളുകൾക്ക് പീഡ ലഭിക്കും. കാരണം അന്നും ഇന്നും ദൈവമക്കൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഒരു സിവിയർ അട്രോസിറ്റിയിലേക്ക് ലോകം പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ഒരു ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൈവജനം പീഡിപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തു തൻ്റെ ഭരണം ലോകത്തിൽ ആരംഭിച്ച് കഴിയുമ്പോൾ അവൻ്റെ ആളുകൾക്കെല്ലാം ഒരു മുദ്ര ഏറ്റേലേ പറ്റുകയുള്ളൂ. ദൈവം തൻ്റെ മുദ്രയിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്തിക്രിസ്തു, എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര സ്വീകരിക്കണം. എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര, അതായത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം, ഈ ആദ്യത്തെ 3.5 വർഷക്കാലം എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരുന്നായിട്ടുള്ള സമയത്ത് ആ ഭരണത്തിൽ അവർ കൊണ്ടുവരുവാനായിട്ട് പോകുന്ന എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിച്ചു, ചിപ്പിൻ്റെ കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചു. നമ്പറുകൾ വരുവാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ അത് ഓൾറെഡി നമ്പറുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. നമ്മുടെ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി ഒരു നമ്പറിലാണ് നമ്മളെ അറിയപ്പെടുന്നത്, പേരൊന്നുമല്ല, നമ്മളൊരു നമ്പറാണ്. ഇന്ത്യയിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് ആധാറിനകത്ത് കുറേ ഡിജിറ്റുള്ള നമ്പറുണ്ട് എന്നോർത്തോളും. ഇതിനൊക്കെ ഇനിയും വ്യത്യാസങ്ങൾ വരും. ഇപ്പം നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴേക്കും ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെയും വീണ്ടും ഒരു വലിയ മെഗാ ചേഞ്ച് തന്നെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ട് ഈ അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് വരുന്നതായിട്ടുള്ള സമയത്ത് ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ കാർഡാണ്, ആധാർ കാർഡാണ് ഇരിക്കുന്നതെന്ന് ഓർത്തോളൂ. ഓക്കെ, അതാർക്കും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആധാർ കാർഡ് ആരുടെയിലും കൊടുക്കുന്നതായിട്ടുള്ള സമയത്ത് അത് മാസ്ക് ചെയ്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അവസാനത്തെ 4 നമ്പർ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. പക്ഷേ ആ നിയമവും കൽപ്പനകളും ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. അത് നമ്മളൊരു ഓഫീസിൽ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മളിത് മാസ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും പറ്റത്തില്ല എന്ന് പറയും. കാരണം ഈ ഓഫീസിലിരിക്കുന്നവനും ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവനായിരിക്കുന്നത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം ഇറക്കിയിട്ടുണ്ട്, നാം ആധാർ കാർഡ് ആർക്കും കൈകാര്യം ചെയ്യുവാനായിട്ട് കൊടുക്കാനായിട്ട് പാടില്ല, കോപ്പി എടുത്ത് കൊടുക്കാനായിട്ട് പാടില്ല. കോപ്പി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ആദ്യത്തെ നമ്പറുകളെല്ലാം മാസ്ക് ചെയ്തിട്ട് അവസാനത്തെ 4 നമ്പർ മാത്രമേ കാണാനായിട്ട് പാടുള്ളൂ. കാരണം ഈ നിയമം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരുത്തൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഈ നമ്പറിനകത്ത് വെച്ചിട്ട് എന്ത് മാനിപ്പുലേഷൻസും നടത്താനായിട്ട് പറ്റും. ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ പേരിൽ ഒരു ഫോൺ നമ്പർ എടുക്കാം. ആ ഫോൺ നമ്പർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ദിവസം പോലീസും മറ്റവരും മറിച്ചവരും ഒക്കെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രിവെൻഷൻസൊക്കെ ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഗവൺമെൻറ് ഓഫീസേഴ്സിനൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ലാത്തതായിട്ടുള്ള ഓഫീസർമാരാണ് ഇരിക്കുന്നത്. കാരണം പത്രവും വായിക്കത്തില്ല, ന്യൂസും കേൾക്കത്തില്ല. അങ്ങനെയുള്ള കുറേ എണ്ണമാണ് ഈ ഓഫീസുകളിൽ ഇരിക്കുന്നത്. എത്രയോ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്ന നിയമമാണ് ഇതൊക്കെ എന്നറിയാമോ? പക്ഷേ ഈ നിയമവുമായിട്ട് നമ്മൾ ഓഫീസിൽ ചെന്നിട്ട് പറയും ആധാർ കാർഡ് തരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പറയും ആധാർ കാർഡ് തരാൻ പറ്റത്തില്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറയും. നമ്മുടെ കാര്യം സാധിക്കത്തില്ല. നമ്മൾ ഇതിൻ്റെ കോപ്പി എടുത്ത് വെച്ച് കൊടുക്കും. എത്രയോ കോപ്പി എവിടെയൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് നിയമം. പക്ഷെ നമുക്കതിനെക്കുറിച്ച് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഗവൺമെൻറ്റിലെ ഓഫീസേഴ്സ് അത് സമ്മതിക്കാത്തത് കൊണ്ട് നമുക്ക് പ്രശ്നമാണ്. അപ്പം ഈ പീഡാ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീല് പതിപ്പിക്കും, ഈ മുദ്ര പതിപ്പിക്കും. അപ്പോൾ ഈ നമ്പറുകളൊന്നും ആയിരിക്കത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അതൊരു മനുഷ്യൻ്റെ അക്കമായിരിക്കും, നമ്പറായിരിക്കും 666. ആ 666 അവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനമുള്ളവൻ അത് മനസ്സിലാക്കി എടുത്തുകൊള്ളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഭാവി കാലത്ത് ഒരു ലേസർ മുദ്രയായിരിക്കും. കാരണം നമുക്ക് മായ്ച്ചാലും തുടച്ചാലും ഒന്നും കളയാൻ പറ്റാത്തതായിട്ടുള്ള സംഭവം. കാരണം ഈ സീല് കാണുമ്പോൾ, ഈ മുദ്ര പുറമേ ഒരുത്തൻ കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കും? ഓക്കെ, ഇവൻ ദിസ് മാൻ ബിലോങ്സ് ടു ആൻറ്റി ക്രൈസ്റ്റ്. അത് മനസ്സിലാക്കാനായിട്ട് ഈസിലി പറ്റും. അപ്പോൾ അവനൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ക്രയവിക്രയം നടക്കണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു കടയിൽ ചെന്നിട്ട് 10 കിലോ അരി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. വിൽക്കലും വാങ്ങലും നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മുദ്ര നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ഈ മുദ്ര ഏൽക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? വിൽക്കാനും പറ്റത്തില്ല, വാങ്ങാനും പറ്റത്തില്ല. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികെട്ട അവസ്ഥയാണെന്ന് ഓർത്ത് പോകണം. കാരണം
പട്ടിണി കടന്ന് മരിക്കേണ്ടി വരുന്നതായിട്ടുള്ള അനുഭവം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല. നമ്മൾ ഇതൊന്ന് അനുഭവിച്ചത്, ഇതിൻ്റെ ചെറിയൊരു വേർഷൻ നമുക്ക് കിട്ടിയതായിരുന്നു അല്ലേ. കോവിഡ് വന്നിട്ടുള്ള സമയത്ത് നമുക്കൊരു ചെറിയ വേർഷൻ കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? വാക്സിനേഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു കടയിലും കയറാൻ പറ്റത്തില്ല, ഒരു ഷോപ്പിലും പോകാൻ പറ്റത്തില്ല, ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് നമുക്കൊക്കെ യാത്ര ചെയ്യേണ്ടിവരായതുകൊണ്ടും സാധനങ്ങൾ വാങ്ങിക്കേണ്ടിവരായതുകൊണ്ടും നമ്മളെല്ലാവരും ഒന്നിന് പകരം 3-4 എടുത്തവരാണ് എന്നുള്ളത് ഓർത്ത് കൊള്ളണം. ഒരു ചെറിയ ഡോസ് വന്നപ്പോൾ തന്നെ ആ ചെറിയ ഡോസിൽ നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോയി എന്ന് ഓർത്തുകൊള്ളും. കർത്താവ് ഒരു ടെസ്റ്റ് ഡോസ് തന്നതാണ്. ആ ടെസ്റ്റ് ഡോസിൽ ഗവൺമെൻറ് നമ്മളെ പേടിപ്പിച്ചു. ഇതെടുക്കാത്തവൻ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഇതെടുക്കാത്തവൻ സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ല, ഇതെടുക്കാത്തവൻ വീടിന് പുറത്ത് ഇറങ്ങാൻ പാടില്ല. നമുക്ക് പുറത്തിറങ്ങിയാലേ പറ്റൂ, സാധനം വാങ്ങിച്ചാലേ പറ്റൂ, യാത്ര ചെയ്താലേ പറ്റൂ. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവൻ എങ്ങനെ പോകും? നമ്മളെല്ലാം കണ്ട കാഴ്ച. ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് നമുക്ക് വന്നു, നമ്മളെല്ലാവരും നിർബന്ധിതരായി എടുക്കുവാൻ. അപ്പോൾ ഇനിയത്തെ അവസ്ഥ എന്തായിരിക്കും? ഇനിയത്തെ അവസ്ഥ ഇതിലും ഭയാനകവും ഭീകരവുമായിരിക്കും. അന്നേരം എല്ലാവരും ഈ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിലേക്ക് വരുവാനായിട്ടുള്ളതായ സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ടാണ് മുമ്പേ ഞാൻ പറഞ്ഞത്, യേശു കർത്താവ് പറഞ്ഞ വാക്ക് പൗലോസ് അപ്പോസ്തലൻ റിപ്പീറ്റ് ചെയ്തത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് കൃപായുഗത്തിൽ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഓർമ്മിപ്പിച്ചത് അതുകൊണ്ടാണ്. അന്ന് രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കണം. ആ സഹനമെന്ന് പറയുന്നത് ഒരു കുഞ്ഞുകളി സഹനമല്ല. നമ്മൾ സഹനമെന്നുള്ള 3 അക്ഷരം കേൾക്കാനും എഴുതാനും ഒക്കെ സുഖകരമാണ് എന്നോർത്തുകൊള്ളണം. എന്നാൽ അന്നത്തെ ആ സഹനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. അത് സഹിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത്രയ്ക്ക് വിൽ പവർ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അന്ന് സഹിച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് ഓർത്തുകൊള്ളും. അപ്പോൾ പീഡിപ്പിക്കുന്നവർ, ആ സമയത്ത് ദൈവമക്കളെ പീഡിപ്പിക്കുന്നവർ, ഭരണാധികാരികൾ, അന്തിക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ളതായ ജനസമൂഹം, അവർ ദൈവജനത്തെ ഭയാനകമായ രീതിയിൽ പീഡിപ്പിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളും. അത് ഇസ്രായേലിനെ മാരകമായ രീതിയിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പീഡ അനുഭവിക്കേണ്ടി വരുന്നത് ഇസ്രായേൽ ജനമായിരിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർത്തോളം. അപ്പോൾ ദൈവം വരുന്നത് ദൈവത്തെ അറിയാത്തവർക്ക്, സുവിശേഷം അറിയാത്തവർക്ക്, പിന്നെ നിങ്ങളെ പീഡിപ്പിക്കുന്നവർ, അതായത് ദൈവമക്കളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കും. പിന്നീട് പറയുന്നത്, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം. നമുക്ക് 1-2 വാക്യങ്ങൾ വേഗം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആദ്യമേ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങളാണ്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ വേദപുസ്തകം വായിക്കുന്ന ഉടനെ ഈ വെള്ളം ഒഴുകുന്ന പോലെ അങ്ങ് വായിച്ചു പോകും. അതുകൊണ്ട് തന്നെ പലതും നമുക്ക് മനസ്സിലാവാതെ പോകും. അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. അറുക്കപ്പെടുവാൻ, ദൈവമക്കൾ അറുക്കപ്പെടുവാൻ, ക്രൂശിക്കപ്പെടുവാൻ, കഷ്ടത അനുഭവിപ്പാൻ, പീഡ അനുഭവിപ്പാൻ കാരണമായി തീർന്നത് 2 കാര്യമാണ്. 1 ദൈവവചനം, 2 അവരുടെ സാക്ഷ്യം. ഈ ദൈവവചനം നിമിത്തവും ദൈവമക്കളുടെ സാക്ഷ്യം നിമിത്തവുമാണ് അവരെ ഈ ഭൂമിയിൽ പീഡിപ്പിക്കപ്പെടുവാൻ, അറുക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് പറയുന്ന കാര്യം കൂടെ വേഗം ഓർത്തപ്പോൾ അതുകൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 12-ാമത്തെ അധ്യായം, റെവലേഷനിൽ തന്നെ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, റെവലേഷൻ 12:11, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ അവനെ ശ്രദ്ധിച്ചോണേ, അവർ ആരാണ്? ദൈവവചനവും യേശു കർത്താവിൻ്റെ സാക്ഷ്യവും നിമിത്തം ജീവിച്ചത്. അപ്പോൾ ദൈവവചന നിമിത്തവും
തങ്ങളുടെ സാക്ഷ്യം നിമിത്തവും അറുക്കപ്പെട്ടവർ. എന്താണ് സംഭവിച്ചത്? ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങളൊന്ന് ക്ലബ് ചെയ്തേ, ഇനി കണക്ട് ചെയ്തിട്ട് ചിന്തിക്കണം. 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം നിമിത്തവും അറുക്കപ്പെട്ടതായ ആളുകൾ, അല്ലേ? അവർ തോറ്റോ ജയിച്ചോ? 12-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അറുക്കാൻ വന്നത് ആരാണ്? പിശാചും അവൻ്റെ കിങ്കരന്മാരും, അല്ലേ? പൈശാചിക ഭരണകൂടം, പിശാചും അവൻ്റെ കിങ്കരന്മാരുമാണ് അറുക്കാനായിട്ട് വന്നത്. അവിടെ എന്ത് ചെയ്തു? അവിടെ അവർ ദൈവവചനത്തോടും തങ്ങളുടെ സാക്ഷ്യവചനവും ഹേതുവായിട്ട് എന്ത് ചെയ്യുകയാണ്? അത് മുഖാന്തരം അവർ അറുക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ലോകം നോക്കുമ്പോൾ, ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിന്നവർ കൊല്ലപ്പെട്ടു, കർത്താവിന് വേണ്ടി നിന്നവർ മൃഗീയമായിട്ട് അറുക്കപ്പെട്ടു, അല്ലേ? പക്ഷേ ദൈവവചനം 12-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. അവനെ ഏതായി? അവൻ പിശാച്. അവൻ എന്താണ്? അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ തെറ്റിച്ച് കളയുന്നവനാണ്, അവൻ വഞ്ചകനാണ്, അവൻ അപവാദിയാണ്, അവൻ ഉപദ്രവിക്കുന്നവനാണ്. ഇതെല്ലാം ആ 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവനെ എങ്ങനെ ജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഈ 6-ാമത്തെ അധ്യായത്തിൽ അവർ അറുക്കപ്പെടുവാൻ കാരണമായി തീർന്നത് റീസൺസ് ആണ് വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ട്, കുഞ്ഞാടിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ വചനം ഹേതുവായിട്ട് ജീവിച്ചതാണ് അവർ. തങ്ങളുടെ പ്രാണനെ അവർ സ്നേഹിച്ചില്ല, മരണപര്യന്തം അവർ സ്നേഹിച്ചില്ല. കാരണം എന്താണ്? പ്രാണനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 6-ാമത്തെ അധ്യായത്തിലെ സംഭവം നടക്കത്തില്ലായിരുന്നു, അറുക്കപ്പെടൽ ഉണ്ടാവത്തില്ലായിരുന്നു. കാരണം അവിടെ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ദൈവവചനത്തെ തള്ളിപ്പറഞ്ഞേനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞേനെ. അങ്ങനെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒരു അറുക്കപ്പെടൽ ഉണ്ടാവത്തില്ലായിരുന്നു. എന്നാൽ അവിടെ അറുക്കപ്പെട്ടത് എന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, തങ്ങളുടെ പ്രാണനേക്കാൾ അവർ ദൈവത്തെ, യേശു കർത്താവിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ കേട്ടല്ലോ, ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ സഹിച്ച് നിന്നേലേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടുമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. മരണത്തോളം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. ഇന്ന് എന്തുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ ബലഹീനരാകുന്നു, വിശ്വാസത്തിൽ പിന്മാറ്റത്തിലേക്ക് പോകുന്നു, ലോകക്കാരായി മാറുന്നു എന്ന് ചിന്തിച്ചാൽ നാം നമ്മളെ സ്നേഹിക്കുന്നു. യേശു കർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ട് നാം നമ്മെ സ്നേഹിക്കുന്നു. നാം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം തികഞ്ഞ ഒരു പരാജയമായിട്ട് മാറുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, തങ്ങളുടെ വചനം, ദൈവവചനം നിമിത്തവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തവും അവരെ ജയിച്ചതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. ഇനി ഞാൻ ബാക്കി പറയാം. അവിടെ പറഞ്ഞല്ലോ, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ആശ്വാസം എന്നാണല്ലോ. കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തെ അറിയാത്തവർക്ക് പ്രതികാരം, സുവിശേഷം അറിയാത്തവർക്ക്, അനുസരിക്കാത്തവർക്ക് പ്രതികാരം. സുവിശേഷം അറിയാത്തവർക്കെന്ന് എഴുതി വെക്കല്ലോ കേട്ടോ, സുവിശേഷം അനുസരിക്കാത്തവർ. കാരണം സുവിശേഷം കേട്ടിട്ടും അനുസരിക്കാത്ത കാറ്റഗറി. 3, പീഡിപ്പിക്കുന്നവർക്ക് പീഡ കൊടുക്കുവാൻ വേണ്ടി ആണ് കർത്താവ് വരുന്നത്. കാരണം ദൈവത്തിൻ്റെ സമയത്ത് എന്താണ്? വലിയ ആ മഹത്വ പ്രത്യക്ഷതയിൽ എന്താണ്? കർത്താവിനെ എതിരെ നിൽക്കുന്നതായിട്ടുള്ള സകല എണ്ണത്തിനും ശിക്ഷ വാങ്ങിച്ച് കെട്ടും എന്നുള്ളത് ഓർത്തോളം. പിന്നീടാണ് 4-ാമതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പീഡിപ്പിക്കുന്നവർക്ക് ആശ്വാസം. ഇനിയും ആ വാക്യം ഏതാ? 6-ാമത്തെ വാക്യത്തിൻ്റെ 9-ാമത്തെ വാക്യം. നമ്മൾ അതിൻ്റെ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. ഇനി ശ്രദ്ധിക്കുക, 10-ാമത്തെ വാക്യം. വിശുദ്ധനും സത്യവാനുമായ നാഥ, പ്രാർത്ഥനയാണേ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ഓക്കെ, അത് അവരുടെ പ്രാർത്ഥനയാണ്. നിലവിളി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, പീഡനകാല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. അവർ അറുക്കപ്പെട്ട് യാഗപീഠത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്ന അനുഭവം. അപ്പോൾ 11-ാമത്തെ വാക്യം, അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. നമ്മളെന്താണ് കർത്താവിൻ്റെ വരവെങ്കിൽ പറയുന്നത്?
പീഡിപ്പിക്കുന്നവർക്ക് പീഡനം, പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം. ഇവിടെ ഇരിക്കുന്ന ടീമുകൾ ആരാണ്? അറുക്കപ്പെട്ടവരാണ്, പീഡ അനുഭവിക്കുന്നവരാണ്. പീഡ അനുഭവിക്കുന്നവരുടെ പ്രാർത്ഥന കേട്ടോ. എന്തുകൊണ്ട് ഞങ്ങളോട് ഉപദ്രവം കാണിച്ചവരെ, ഞങ്ങളെ അറുത്തവരെ, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും. ഇതാണ് അവരുടെ പ്രാർത്ഥന, പ്രതികാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ കർത്താവ് അവിടെ പറയുന്നതായിട്ടുള്ള കാര്യം എന്താ? മക്കളെ, അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇനിയും വരാനുണ്ട്, നിങ്ങളെപ്പോലെ അറുക്കപ്പെടാനായിട്ട് ഇനിയും ഭൂമിയിൽ ആൾക്കാരുണ്ട്. ദൈവനാമത്തിനും ദൈവവചനത്തിനും തങ്ങളുടെ സാക്ഷ്യത്തിനും വേണ്ടി പ്രാണനെ സ്നേഹിക്കാതെ നിൽക്കുന്ന ആളുകൾ ഇനിയുമുണ്ട്. അവരൂടെ വരണം എന്ന് പറഞ്ഞ്, കാരണം അതിനു മുമ്പ് ദൈവത്തിന് കോപിക്കാൻ പറ്റില്ല. കാരണം നമ്മളിതിനെ കമ്പയർ ചെയ്യേണ്ടി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിലേക്ക് പോകണം. പഴയ നിയമത്തിലേക്ക് പോകുന്നുണ്ടേ സൊദോം ഗോമോറ. അബ്രഹാം പിതാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. 50 തുടങ്ങിയ പരിപാടിയാണ്. 50 തുടങ്ങി പ്ലീഡ് ചെയ്ത് 10 കൊണ്ടുവന്ന് പുള്ളി നിർത്തി. ഈ അബ്രഹാം പിതാവ് വിചാരിച്ച് കാണും ലോകത്തിൻ്റെ ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ട്, പിന്നെ അവരുടെ ഭർത്താക്കന്മാരും പിള്ളേരും, എങ്ങനെ പോയാലും ഒരു മിനിമം 10 എണ്ണമൊക്കെ. കാരണം ഈ യഹൂദൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു ഫാമിലിയിൽ മിനിമം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ലീസ്റ്റാണ് 4 പിള്ളേരെങ്കിലും കാണണമെന്നുള്ളതാണ്. ഏറ്റവും ലീസ്റ്റ് 4. അപ്പോൾ അങ്ങോട്ടേ പോകത്തുള്ളൂ, മുമ്പോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അബ്രഹാം പിതാവിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ 2 പെൺപിള്ളേരുണ്ട്. 2 പെൺപിള്ളേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 4 8 എണ്ണം അങ്ങനെ തന്നെ വരാം. മിനിമം പുള്ളി കാൽക്കുലേറ്റ് ചെയ്ത് കാണും. അങ്ങനെ 8 പിള്ളേർ, പിന്നെ ലോകത്തിൻ്റെ ഭാര്യയും 10 പിന്നെന്താണ് പെമ്മക്കൾ 2 12, അവരുടെ ഭർത്താക്കന്മാർ 2, അപ്പോൾ ഒരു 14 പേര്. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ചുകൂടെ താഴെ വെച്ച് പിടിച്ചതാണ്. കർത്താവ് 10 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കരുത്. കർത്താവ് എഗ്രി ചെയ്ത് 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ നശിപ്പിക്കുകയില്ല. പക്ഷേ കർത്താവ് അതുമല്ല ചെയ്തത്. നമുക്കറിയാം, ലോകത്തിൻ്റെ വീട്ടിൽ ചെന്നു. ലോകത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പം എന്താ സംഭവിക്കുന്നത്? ലോകത്തിനോട് ദൂതന്മാർ പറഞ്ഞു, പണി പാളി, സംഭവം പ്രശ്നമാണ്, പൊക്കോളാൻ പറഞ്ഞു. ആരെയെങ്കിലും കൂടെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. പെൺമക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിച്ചിരിക്കുന്ന ഭർത്താക്കന്മാർക്കൊക്കെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവന്മാർ വിചാരിച്ച് ഞങ്ങളെ കളിയാക്കുകയാണ്, ഈ പുള്ളിക്ക് ഈ വലിയപ്പന് വേറെ പണിയൊന്നുമില്ല എന്നുള്ള നിലയിലൊക്കെ ചിന്തിച്ചു. അവന്മാർ അതിനെ കളിയാക്കി വിട്ടു. പിറ്റേ ദിവസം സംഭവിക്കുന്നത് എന്താണ്? സൂര്യൻ ഉദിച്ചു, ലോകത്തിൻ്റെ കൈക്ക് കയറി ദൂതന്മാർ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക, അല്ലേ? എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, നീ പട്ടണം വിടാത്രത്തോളം കാലം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ പട്ടണം വിട്ടേ പറ്റൂ. നീ പട്ടണം വിട്ട് അതിൻ്റെ അതിര് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കോപം ഇറങ്ങും. സഭയുടെ ഉൾപ്രാവണത്തോട് ചേർത്ത് ചിന്തിക്കുവാനുള്ളൊരു ഭാഗം കൂടിയാണ്. ദൈവമക്കൾ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവകോപം ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. അതിനിടയ്ക്കാണ് ഭാര്യ ലോകത്തെ സ്നേഹിച്ചു, അല്ലേ? കർത്താവ് പറഞ്ഞതാണ്, ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കരുത്. തിരിഞ്ഞു നിന്നു, അവിടെ നിന്നു. ഇപ്പം മുമ്പോട്ടും പോയില്ല പിമ്പോട്ടും പോയില്ല, അവിടെ തന്നെ നിന്നു എന്നുള്ളത് ഓർത്തുകൊള്ളാം. ലോത്തും പെൺമക്കളും പോയി പർവ്വതത്തിൻ്റെ ഗുഹയിലേക്ക് പിന്നെ പോകുന്ന കാണുകയാണ്. ലോത്ത് എന്നിട്ടും പ്ലീഡ് ചെയ്ത്, എനിക്ക് വയ്യ, പ്രായമായി, നടക്കാനൊന്നും വയ്യ, ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്, കാലിന് മുട്ടിന് നല്ല വേദനയാണ്, നടുവിന് നല്ല വേദനയുണ്ട്. ഒരു കാര്യം, ഞാൻ അടുത്ത പട്ടണത്തിലേക്ക് പോയിക്കോളാം, നിങ്ങൾ പറഞ്ഞിടം വരെ എനിക്ക് പോകാനുള്ള കഴിവില്ല. അതും എഗ്രി ചെയ്തു. ഓക്കെ, നിനക്ക് മുട്ടിന് വേദനയും നടുവിന് വേദനയും ഒക്കെ ആണെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വണ്ടിയൊന്നും കിട്ടത്തില്ല, അവിടെ നീ അവിടെ വരെ പോയച്ചാൽ മതി. അതുവരെ കേട്ടു. അപ്പോൾ അബ്രഹാം 10 പറഞ്ഞ്, കർത്താവ് അതിൻ്റെയൊക്കെ എത്ര താഴെ പോയി നോക്കി. ഏറ്റവും ലീസ്റ്റിലേക്ക് വന്നു. 1 ഉള്ളെങ്കിലും കർത്താവ് ആ 1 മാറ്റിയിട്ടേ ദൈവകോപം അവിടെ ഇറക്കിയുള്ളൂ എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇനി നിങ്ങൾ ഇവിടോട്ട് തിരിച്ചു പോവാ, അവിടെ നിന്ന് വിടുക, അവിടെ നിന്ന് തിരിച്ചു പോവാ. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളെപ്പോലെ അറക്കപ്പെടണം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയുകയാണ്, അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വിഭാഗം വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനിയും ഭൂമിയിൽ കർത്താവിനെ അനുസരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്, എത്തിയിട്ടില്ല. ഇവരുടെ പ്രാർത്ഥന എന്താണ്? നീ ഇപ്പം തന്നെ കൊടുക്കണം, ഇപ്പം തന്നെ പ്രതികാരം കൊടുക്കണം. ഇപ്പം മനസ്സിലായല്ലോ ദൈവം എന്താണ്, ദൈവത്തിൻ്റെ കോപം ഇറക്കാത്തതെന്ന് മനസ്സിലായല്ലോ. ഇനിയും അല്ലേ വരാനായിട്ടുണ്ട്, മാനസാന്തരപ്പെടാനായിട്ടുണ്ട്,
പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ടല്ലോ, ഇനിയും മാനസാന്തരപ്പെടുമോ എന്നറിഞ്ഞ് അവൻ നാളുകളെ നീക്കി ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയാം, മക്കളെ, എനിക്കിപ്പം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പറ്റത്തില്ല, എനിക്കിപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ തരും, മറുപടി തരും. ഇപ്പം നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒട്ടനടി തന്നെ ഇൻസ്റ്റൻ്റ് അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഓർത്തു വേണം. അപ്പോൾ ഒരു കാര്യം കൂടെ ആത്മീയമായിട്ടുള്ള ചിന്തയ്ക്ക് ഞാൻ പറയാം, നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് ചിലപ്പോൾ മറുപടി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവത്തിന് അതിനപ്പുറത്തൊരു വലിയ ഉദ്ദേശമുണ്ടാവും. നമ്മൾ കാണാത്തതും കേൾക്കാത്തതും അറിയാത്തതുമായിട്ടുള്ള ഉദ്ദേശം ദൈവത്തിനുണ്ടായിരിക്കും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് ആ നന്മ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്താണെന്നറിയാമോ? അതിൻ്റെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചുകൂടാ, എന്തുകൊണ്ട് ഇത് നടന്നുകൂടാ, എന്തുകൊണ്ട് ഇത് സാധിച്ചുകൂടാ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെങ്കിൽ അത് ഇപ്പോൾ സാധിപ്പിച്ചാലുള്ള പ്രശ്നം, ഇപ്പോൾ നടന്നാലുള്ള പ്രശ്നം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിപ്പോൾ നടത്തി തരുന്നില്ല. ഇവരുടെ പ്രാർത്ഥന കേട്ട പാതി കേൾക്കാത്ത പാതി ദൈവം തമ്പുരാൻ യേശു കർത്താവ് പ്രവർത്തിച്ചാൽ കുറേ അവകാശികളെ ദൈവത്തിന് നഷ്ടപ്പെടും. സ്വർഗത്തിന് അവകാശികളാകേണ്ടുന്ന ആളുകളെ ദൈവത്തിന് നഷ്ടപ്പെടും. അതിന് ദൈവം തയ്യാറല്ല. കാരണം എന്താണെന്നറിയാമോ? ക്രൂശിൽ തന്നെ അർപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പാപി പോലും പാപിയായിട്ട് മരിക്കാൻ വേണ്ടിയിട്ടല്ല, അവന് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം അതിന് ഭയങ്കര വിലയാന്ന് ഓർത്തോണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വ്യർത്ഥമായി പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവസാനം ഒരുത്തനെ കൂടെ കൈപിടിച്ച് കയറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നതാണെന്ന് ഓർത്തോളം. എന്നാൽ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ലയോ? പ്രാർത്ഥന ദൈവം കേൾക്കും. അടുത്ത അധ്യായത്തിലേക്ക് വരാം. അവിടേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വേഗം നിന്ന് വായിക്കാം. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴാണ് യാഗപീഠത്തിൻ്റെ കീഴിൽ കിടന്ന് അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എന്തുകൊണ്ട് പ്രതികാരം ചെയ്യുന്നില്ല? എന്നാൽ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? അതായത് സെക്കൻഡ് സീരീസ് ഓഫ് ജഡ്ജ്മെൻറ്റ് അവസാനിക്കുന്ന വേളയിൽ എന്ത് സംഭവിക്കുകയാണ്? അവിടെ ദൈവത്തിൻ്റെ പ്രതികാരം നടപ്പിലാക്കിയാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, അതായത് ഭൂമി തുടങ്ങിയ നാൾ മുതലുള്ളതായ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന, ഇപ്പോൾ അറുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, അതിന് മുമ്പുള്ളതായ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ത് ചെയ്തിരിക്കുകയാണ്? അതിനകത്ത് ആ ധൂപവർഗം കൂടെ ചേർത്തിട്ട് ധൂപവർഗം എന്ത് ചെയ്യുകയാണ്? അതിനകത്ത് സ്വർഗത്തിൽ യാഗപീഠത്തിലെ കനൽ നിറച്ചു. ദൈവകോപം ആ കനൽ കൂടെ നിറച്ചതിന് ശേഷം എന്താണ്? ഭൂമിയിലേക്ക് എറിയുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. നോക്കിക്കാട്ടെ, ദൈവം പ്രതികാരം ചെയ്യും, സംശയങ്ങളൊന്നും വേണ്ട. പക്ഷേ നാം ഇച്ഛിക്കുന്ന സമയത്ത് ദൈവം പ്രതികാരം ചെയ്യണം, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ദൈവത്തിന് ദൈവത്തിൻ്റേതായിട്ടുള്ള സമയം ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളും. അവൻ്റെ ഉദ്ദേശം, അവൻ്റെ വിധികൾ, അവൻ്റെ ന്യായവിധികൾ നീതിയുള്ളവയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, പീഡ അനുഭവിച്ചവർക്ക് ആശ്വാസം. പീഡ അനുഭവിച്ചവർക്ക് ആശ്വാസം. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ദൈവം പ്രതികാരം ചെയ്യുമ്പോൾ. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇവിടെ മറുപടി കൊടുക്കുന്നതായിട്ടുള്ള രംഗമാണ് നമുക്ക് ഇത്രത്തോളം സമയം കാണാനായിട്ട് കഴിഞ്ഞത് എന്ന് ഓർത്തോളം. ഇങ്ങനെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ
ഈ പുസ്തകങ്ങളിൽ നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ മാത്രമേ ഒന്നിനോട് കണക്ട് ചെയ്ത് കയറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങ് വായിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഗ്രാഹ്യം ലഭിക്കത്തില്ല. അപ്പോൾ ഇതിനെ വചനത്തോട് വെച്ച് വിഭാഗിച്ച് കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി പറയുന്ന ഭാഗത്തിലേക്ക് പോകാം. 9-ാമത്തെ വാക്യം മുതൽ നോക്കുന്നുണ്ടേ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് പറയുകയാണ്, ആ നാളിൽ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകും. അല്ലേ? വിശ്വസിച്ച ദൈവമക്കൾക്ക് ദൈവവചനം കാലാകാലങ്ങളായി പ്രവാചകന്മാരിൽ കൂടെ, ദൈവമക്കളിൽ കൂടെ, വിശുദ്ധന്മാരിൽ കൂടെ കേട്ട് അനുസരിച്ച് അതിന് പ്രകാരം ജീവിച്ചവർക്ക് ഈ സന്ദർഭങ്ങൾ എന്താണ്? സന്തോഷത്തിൻ്റെ അനുഭവമാണ്, വലിയ അതിശയത്തിൻ്റെ അനുഭവമാണ്. യേശുക്രിസ്തു ആരായിട്ട് മാറുകയാണ്? ഒരു അതിശയ വിഷയമായിട്ട് മാറുകയാണ്. അന്നാണ് ഇസ്രായേൽ മക്കൾ കുത്തിയവങ്കലേക്ക് നോക്കുവാനായിട്ട് ഇടയായിത്തീരുന്നതെന്ന് ഓർത്തുകൊള്ളണം. കാരണം കുത്തിയപ്പോൾ എന്താ അവർ പറഞ്ഞത്? നിൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വരട്ടെ എന്നാണ് പറഞ്ഞതെന്ന് ഓർത്തുകൊള്ളണം. ആ രക്തം, അതിൻ്റെ പ്രതികാരം AD 70 മുതൽ ആരംഭിച്ചെന്ന് ഓർത്തുകൊള്ളണം. അന്ന് മുതൽ ഇങ്ങോട്ട് ഇസ്രായേൽ ജനം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, സ്കാറ്റേഡായിപ്പോയി. ലോകത്തിൽ എല്ലാവരും അവരെ കുത്തിക്കൊണ്ടിരിക്കുക. ചുറ്റുപാടുമുള്ളതായ മുള്ളും പറക്കാരകളും. ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളെക്കുറിച്ച് ദൈവവചനം പറയുന്നത് മുള്ളും പറക്കാരയും എന്നാണ് പറഞ്ഞത്. ഈ മുള്ള് അവരെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നോർത്തോളൂ. ലോകരാജ്യങ്ങളാകുന്ന മുള്ളുകൾ അവരെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് അവർ കാണുമ്പോൾ കുത്തിയവങ്കിലേക്ക് നോക്കും, തെറ്റ് മനസ്സിലാകും. അപ്പോഴാണ് അവർ കുത്തിയവങ്കിലേക്ക് നോക്കുക. ലോകത്തിൻ്റെ മുൻപിൽ യേശു കർത്താവ് ഒരു വലിയ അതിശയ വിഷയമായിട്ട് മാറുവാനായിട്ട് പോവുകയാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും. ഇവരുടെ റിവാർഡ് പറഞ്ഞിരിക്കുക. റിവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഈ മേളിൽ നമ്മൾ കണ്ടു എന്തിനാണ് കർത്താവ് വരുന്നത്? ദൈവത്തെ അനുസരിക്കാത്തവർ, സുവിശേഷം അനുസരിക്കാത്തവർ, പീഡിപ്പിക്കുന്നവർക്ക് പ്രതികാരം. ഈ 3 കാറ്റഗറിക്ക് പ്രതികാരവും ഒരു കൂട്ടർക്ക് ആശ്വാസം നൽകുവാൻ വേണ്ടിയിട്ട് വരിക. ഇനിയും അടുത്ത കാര്യം കൂടെ കാണുകയാണ്. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇറ്റേണൽ പണിഷ്മെൻ്റാണ്, നിത്യനാശം. അനുസരിക്കാത്തവർ, അംഗീകരിക്കാത്തവർ, മാനസാന്തരപ്പെടാത്തവർ, രൂപാന്തരപ്പെടാത്തവർ എങ്ങോട്ട് പോവുകയാണ്? നിത്യനാശത്തിലേക്കാണ്, ഇറ്റേണൽ പണിഷ്മെൻറ്റിലേക്കും ഒരു ഡിസ്ട്രക്ഷനിലേക്ക് അവർ പോകും. പിന്നീട് ഒരു മടങ്ങി വരവില്ല. ദൈവം വരാനായിട്ട് താമസിക്കുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ ഒരുത്തം പോലും ഈ അവസ്ഥയിലേക്ക് പോകുവാനായിട്ട് പാടില്ല. അതിനുവേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുകയാണെന്ന് ഓർത്തുകൊള്ളാം. അല്ലെങ്കിൽ എമ്പണ്ടേ കർത്താവ് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. കർത്താവ് തൻ്റെ ദിവസങ്ങളെ നീട്ടുന്നത് ഒരുത്തൻ പോലും. കാരണം നമ്മൾ വായിക്കുന്നത് പോലോ കേൾക്കുന്നത് പോലോ ഒന്നുമല്ല നരകത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചോണം. നരകത്തിൻ്റെ അവസ്ഥ ഒരു മനുഷ്യനും ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ നരകത്തിൻ്റെ അവസ്ഥ മുഴുവനും യേശു തമ്പുരാൻ ക്രൂശിൽ കിടന്ന് അനുഭവിച്ചു എന്നോർക്കണം. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു തമ്പുരാൻ ക്രൂശിൽ മരിച്ചത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് നമുക്കറിയാം. അപ്പോൾ മാനവരാശി പാപം ചെയ്ത ഒരു വ്യക്തി നരകത്തിൽ പോയാൽ അവൻ അനുഭവിക്കേണ്ടുന്നതായ സകല വേദനകളും പീഡകളും യേശു തമ്പുരാൻ ക്രൂശിൽ അനുഭവിച്ചു. എന്തുകൊണ്ട് ക്രൂശ് മരണം വ്യർത്ഥമായി തീരരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം താൻ ആർക്കു വേണ്ടിയാണ് വേദന അനുഭവിച്ചത്, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് നരകയാതന. ഒരുവൻ നരകത്തിൽ പോയാൽ
അവൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള നരകത്തിൻ്റേതായിട്ടുള്ള സകല പ്രതികൂലങ്ങളും 6 മണിക്കൂർ കൊണ്ട് താൻ അനുഭവിച്ചു എന്ന് ഓർക്കണം. അതിലെ 3 മണിക്കൂർ എന്ന് പറയുന്നത് അതിഭയങ്കരമായിട്ടുള്ളതായ പീഡയാണ് യേശു തമ്പുരാൻ അനുഭവിച്ചത്. അത് ഇരുട്ട് വീണതായ സമയമാണ്. 3 മണിക്കൂർ നേരം സൂര്യൻ തൻ്റെ സൃഷ്ടാവിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ വേണ്ടി തൻ്റെ മുഖം മറച്ചു കളഞ്ഞു. ദേശം മുഴുവനും ഇരുട്ട് വ്യാപിച്ചു. നരകത്തിലെ ഇരുട്ട് ക്രൂശിൽ യേശു തമ്പുരാൻ അനുഭവിച്ചു. അപ്പോൾ താൻ അനുഭവിച്ച കഷ്ടത, പീഡനം അല്ലെങ്കിൽ നരകത്തിൻ്റെ യാതന ആർക്കു വേണ്ടി അനുഭവിച്ചോ വീണ്ടും അവൻ ആ നരകത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ തൻ്റെ ക്രൂശ് മരണം വൃഥാവിലായി പോയി എന്നോർക്കണം. അതിനു വേണ്ടിയിട്ടാണ് യേശു തമ്പുരാൻ എന്ത് ചെയ്യുന്നത്? ദിവസങ്ങളെ നീട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളും. അതുകൊണ്ട് ഒരുവൻ ഈ നരകത്തിൽ പോകാൻ പാടില്ല എന്ന്, അതുകൊണ്ടാണല്ലോ എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. കാരണം ദുഷ്ടൻ മരിക്കുന്നത് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നത് തനിക്ക് താല്പര്യമില്ല. ദുഷ്ടൻ്റെ മരണത്തിൽ താൻ സന്തോഷിക്കുന്നില്ല. എന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഈ ദുഷ്ടൻ്റെ വേദനയും താൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും ഇവൻ നരകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച വേദന, കഷ്ടപ്പാട് വൃഥാവിലായി പോകും എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുവനും നരകത്തിൽ പോകരുത്. കാരണം നരകത്തിൻ്റെ തീവ്രത, അതിൻ്റെ യാതന എത്രത്തോളമാണെന്നുള്ളത് യേശു തമ്പുരാൻ അനുഭവിച്ചു. അനുഭവിച്ച വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, തലവേദനയുടെ ഒരു പീക്ക് സെഷനാണല്ലോ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. കാഠിന്യമേറിയതായിട്ടുള്ള തലവേദനയാണ്. ഈ മൈഗ്രെയിൻ വന്ന ഒരാൾക്കേ അറിയത്തുള്ളൂ ആ വേദനയുടെ വലിപ്പവും തീവ്രതയും എത്രയാണെന്നുള്ളത്. അതറിയാത്തൊരു വ്യക്തിയോട് നമ്മൾ പറയുന്നത് എന്താണ്? മൈഗ്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തോളാനാണ് പറയുന്നത്. കാരണം മൈഗ്രെയിൻ വന്ന ആൾക്കറിയാം അതിൻ്റെ തീവ്രത എന്തുമാത്രമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അടുത്ത വ്യക്തിയും അതിലേക്ക് പോകണമെന്നല്ല, പോകാതിരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കഷ്ടത അനുഭവിച്ചവന്, വേദന അനുഭവിച്ചവന് മാത്രമേ വേദനയുടെ ആഴം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. നരകത്തിൻ്റെ യാതന അനുഭവിച്ച യേശു കർത്താവിന് അറിയാം എന്താണ് ഈ നരകം. ഇവിടേക്കൊരു മനുഷ്യൻ പോയാൽ അവൻ ഒരിക്കലും സഫർ ചെയ്ത് നിൽക്കത്തില്ല, പറ്റില്ല. അത് അത്രയ്ക്ക് ഭയാനകമാണ്. ഇതറിയാവുന്ന കർത്താവാണ് പറയുന്നത് പോകരുത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈവത്തെ വിടുന്നവൻ എവിടേക്കാണ് പോകുന്നത്? ഈ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. പിന്നീട് ഒരു മടങ്ങിവരവ് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. ലേക്ക് ഓഫ് ഫയറിലേക്കാണ് പോകുന്നത്, അല്ലേ? ഗെഹന്ന, നരകത്തെക്കുറിച്ച് പറയുന്നത് ഗെഹന്ന, ലേക്ക് ഓഫ് ഫയർ. നമുക്കറിയാം ഒരു തടാകം, ആ തടാകം അഗ്നി തടാകമായിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് പോയി വീഴുന്ന ഒരു വ്യക്തിയുടെ അനുഭവം എന്താണ്? അവൻ മരിക്കുന്നില്ലെന്ന് ഓർത്തോണം. ഈ പൊള്ളലേറ്റ് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു അനുഭവമുണ്ട്, അല്ലേ? നല്ല സുഖമാണത്, ഇങ്ങനെ പൊള്ളലേറ്റ് ഇങ്ങനെ നിൽക്കുന്ന അനുഭവം, അല്ലേ? 365 ദിവസവും 24 മണിക്കൂറും ഈ പൊള്ളലേറ്റ അനുഭവത്തിൽ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താ? അത് നമ്മൾ പറയും ഈ പൊള്ളലൊന്നും അല്ലെന്ന് ഓർത്തോണം. അതിനെക്കാട്ടിലും തീവ്രമായിട്ടുള്ള, ഇതിനെ പുറത്താണ് അടിയും കൂടെ കിട്ടുന്നത്. മാരകമായിട്ടുള്ള അടിയും കൂടാണ് ഈ പറയുന്ന പിശാചിൻ്റെ കിങ്കരന്മാരുടെ ഭാഗത്തു നമുക്ക് കിട്ടുന്നതെന്ന് ഓർത്തോളും. വലിയ പ്രതികൂലമാണ് അവിടെയെന്ന് ഓർത്തോളും. അപ്പോൾ അത് ഒരു വലിയ നാശകരമായിട്ടുള്ള അനുഭവമാണ്. അതിലേക്ക് പോകുവാൻ പാടില്ല എന്ന് കർത്താവ് പറയുകയാണ്. പക്ഷേ ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധിക്ക് മുഖാന്തരമായി മാറി. അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം, ഇതൊക്കെ ഓരോ വേർഡും ഓരോ ഫ്രേസും മണിക്കൂറുകളിൽ നിന്ന് പറയേണ്ട. അവൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹത്വം എന്നൊക്കെ പറയുമ്പോൾ അത് സ്വർഗത്തെയാണ് കാണിക്കുന്നത്. എന്താ സ്വർഗത്തെ കാണിക്കുന്നത്? പുത്തനെറുശലേം, അല്ലേ? പുത്തനെറുശലേം, അതിൻ്റെ അനുഗ്രഹം, അതിൻ്റെ മഹിമകൾ വർണ്ണിച്ചാലും തീരത്തില്ല. അപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, നിത്യ നരകത്തിലേക്ക് പോകുന്നവൻ എന്താണ് വിട്ടയച്ച് പോകുന്നതെന്ന് ഓർത്തുകൊള്ളണം. സ്വർണ്ണ തെരുവീഥികളിൽ കൂടെ നടക്കുവാനായിട്ടുള്ളതായ അവൻ്റെ അനുഭവം അവൻ വിട്ടയച്ച് പോവുകയാണ്. രത്നങ്ങളാൽ മുത്തുകളാൽ നിർമ്മിച്ചിരിക്കുന്നതായിട്ടുള്ള ഗോപുരങ്ങളിൽ ജീവിക്കുവാനായിട്ടുള്ളതായ
അവൻ്റെ അവകാശം വിട്ട് അവൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം, കർത്താവ് തന്നെ അവർക്കിടയനായിട്ട്, സൂര്യനും ചന്ദ്രനുമില്ല, കർത്താവ് തന്നെ അവർക്ക് സൂര്യനും ചന്ദ്രനുമായിട്ട് നിന്ന് രമ്യഹർമ്മ്യ ഗോപുരങ്ങളിൽ വസിക്കുന്നതായിട്ടുള്ള അനുഭവം, വൈകുന്നേരവും ഈവനിങ് വോക്കിനും ഒക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ മണ്ടയിൽ കൂടെ പോകുന്നത് സ്വർണം വീശിച്ചിരിക്കുന്ന ഹൈവേ ആണ്, അതിൻ്റെ മുകളിൽ കൂടാണ് നടന്നു പോകുന്നത്. നോക്കുന്നതായിട്ടുള്ള സമയത്ത് എന്താണ്, അവിടെ ജീവജല നദി ഒരു സൈഡിൽ കൂടെ ഒഴുകുന്നത് കാണാം. അതിൻ്റെ സൈഡിൽ എന്താണ്, 12 മാസവും 12 ഫലം തരുന്നതായിട്ടുള്ള ആദാമൊക്കെ തിന്നാൻ കൊതിച്ചായിട്ടുള്ള ഫലങ്ങളൊക്കെ എപ്പം വേണേലും ജീവവൃക്ഷത്തിൻ്റെ ഫലമൊക്കെ വാങ്ങിച്ച് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കും, അതാണല്ലോ കർത്താവ് സഭയോട് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വാരി എപ്പം വേണേലും കഴിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്തെല്ലാം മഹത്വമാണ്, ദൈവത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹത്വം വിട്ടകന്ന് പാപം ചെയ്യുന്നവൻ എവിടേക്ക് പോവുകയാണ്? നിത്യനരകത്തിലേക്ക് പോവുകയാണ്. ഏതാ വേണ്ടുന്നതെന്ന് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തോണം, ഇല്ലേ? ദൈവത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹത്വം നമുക്ക് വേണോ, അതോ ദൈവത്തിൻ്റെ സന്നിധാനം വിട്ട് നിത്യ നാശത്തിലേക്ക് പോകുന്ന അനുഭവം വേണോ? 1-2 വാക്കുകൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു ഷോർട്ട് പ്രെയറാണ് ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ്? ദൈവ വിളിക്ക് യോഗ്യരായിട്ട് എണ്ണപ്പെടുക, വർതി ഓഫ് ഹിസ് കോളിംഗ് എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവ വിളിക്ക് 12-ാമത്തെ വാക്യത്തിലേക്കാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി, ദൈവ വിളിക്ക് യോഗ്യരാണ്. ഈ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്ക് ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ആ പൊസിഷൻ്റെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം അദ്ദേഹം ജീവിക്കേണ്ടത് എന്നുള്ളത് ഓർത്തുകൊള്ളും. നമ്മൾ അദ്ദേഹത്തെ കുറ്റമൊക്കെ പറയും, ലക്ഷങ്ങൾ വരെയുള്ള കൂണൊക്കെ വാങ്ങിച്ചാണ് അദ്ദേഹം കഴിക്കുന്നത് എന്നൊക്കെ പറയും. അത് വേറൊരു വശം. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഇപ്പം അമേരിക്കൻ പ്രസിഡൻറ്റ് ഇന്ത്യയിലേക്ക് വന്ന് G20 നേഷൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നിട്ടുള്ള സമയത്ത് അമേരിക്കൻ പ്രസിഡൻറ്റ് വന്നപ്പോഴത്തേന് തന്നെ അവിടുത്തെ ഫ്ലൈറ്റിൽ അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെയുണ്ട്, അദ്ദേഹം സഞ്ചരിക്കുന്നതായിട്ടുള്ള കാർ തന്നെ ഇവിടെ കൊണ്ടുവരുന്നു, അതിൽ യാത്ര ചെയ്യുന്നു. വലിയൊരു പത്രാസാണ് കാണുന്നത്, കാരണം അമേരിക്കൻ പ്രസിഡൻ്റാണ്. അപ്പം ഇവിടെ പറയുന്നത് ദൈവ മക്കൾ ദൈവ വിളിക്ക് യോഗ്യമാകും വണ്ണം, ദൈവ മക്കൾ എന്നുള്ളതായ വിളിക്ക് യോഗ്യമാകും വണ്ണം. അപ്പം നമ്മളൊരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യേണ്ടുന്നത് വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ദൈവ വിളിക്ക് യോഗ്യരായി എണ്ണി, പിന്നെന്താണ്? സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും. അപ്പോൾ ഒന്ന്, കീപ് ദ ഡിഗ്നിറ്റി ഓഫ് അവർ പൊസിഷൻ, അല്ലെങ്കിൽ ദൈവമക്കളായി ജീവിക്കുക എന്നുള്ളത്. 2, ലോക മനുഷ്യരെ പോലെ ജീവിക്കുവാൻ പാടില്ല. ദൈവമക്കളായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കളഞ്ഞാലേ പറ്റൂ, മറ്റൊന്ന് എടുത്താലേ പറ്റുള്ളൂ. ദൈവമക്കളായിട്ട് ജീവിക്കണമെങ്കിൽ ലോകത്തോട് വിട പറഞ്ഞാലേ പറ്റുകയുള്ളൂ. അപ്പോൾ ലോകമക്കളായിട്ട് ജീവിക്കാനായിട്ട്, ലോക മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് പാടില്ല. 2, പിന്നീട് പറയുന്നതാണ് സൽപ്രവൃത്തി, അല്ലേ? സൽഗുണത്തിലുള്ള സകല താല്പര്യവും. അനേക എപ്പിസോഡ്സിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് പറഞ്ഞു, നിങ്ങളെ വിളിച്ചിരിക്കുന്നതും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നതും സൽപ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സൽപ്രവൃത്തിക്ക് തക്കതായിട്ടുള്ള ഫലം കായ്ക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നതെന്ന് ഓർത്തുള്ളൂ. അപ്പോൾ ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? ഈ അധ്യായം പറഞ്ഞു നിർത്തുമ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്ന, വേർതിരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പദവിക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കണം. പദവിക്ക് അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നാം ഒന്നിനോട് വിട പറഞ്ഞെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ലോക മനുഷ്യരെ പോലെ ജീവിക്കാൻ പാടില്ല. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൽപ്രവൃത്തി ചെയ്ത് ജീവിക്കണം, സൽഗുണത്തിൻ്റെ സകല താല്പര്യവുമുള്ളവരായിരിക്കണം. പിന്നെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ശക്തിപ്പെടുവാൻ എന്നുമാണ് 3-ാമത് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം ശക്തിയോടുകൂടെ പൂർണ്ണമാക്കി തരണമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ സഭയുടെ ഒരു പ്രത്യേകതയായിരുന്നു. 1-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളും നമ്മൾ കണ്ടു. എന്താണ്? ലേബർ ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ വർക്ക് ഓഫ് ഫെയ്ത്ത് കണ്ടല്ലേ? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, അതിൽ വളർന്നു വന്നതായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു ഈ സമൂഹം. ബഹുകഷ്ടതയുടെ നടുവിലും ബഹുപീഡനത്തിന് നടുവിലും വിശ്വാസത്തിൽ വർദ്ധിച്ചു വന്നതായിട്ടുള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് ഈ തെസ്സലോനിക്ക സഭയെ കാണുവാൻ കഴിയും. ഇത് തെസ്സലോനിക്ക സഭയോട് മാത്രമുള്ളതായ സന്ദേശമല്ല, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നമുക്കെല്ലാവർക്കും ഉള്ളതായ സന്ദേശമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമേ, ദൈവവിളിക്ക് യോഗ്യമാകും വണ്ണം നമ്മുടെ പദവിക്കനുസൃതമായിട്ട് ദൈവം തന്നിരിക്കുന്ന മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതായ പദവിക്ക് അനുസൃതമായിട്ട്
സൽപ്രവർത്തികൾ ചെയ്ത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ വർദ്ധിച്ചു വന്ന് മുന്നേറുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.